കാലിക്കറ്റ് സർവകലാശാലയിൽ DSU ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് VC റദ്ദാക്കി. ചടങ്ങിൽ നിന്ന് വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ ഇറങ്ങിപ്പോയി. രക്തസാക്ഷികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെയാണ് നടപടി. ഔദ്യോഗിക വാചകങ്ങൾക്കെതിരായാൽ സത്യപ്രതിജ്ഞയാവില്ലെന്ന് VC ഭാരവാഹികളെ നേരത്തെ അറിയിച്ചിരുന്നു. സാനിയോ മനോബിയുടെ കൂടുതൽ വിവരങ്ങളുമായി. സാനിയോ മനോബി, അങ്ങനെയാണ് സാധാരണ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നിയതമായിട്ടുള്ള ഒരു ഘടനയുണ്ടാവും, നിയതമായിട്ടുള്ള വാചകങ്ങൾ ഉണ്ടാവും. അതിനും അപ്പുറത്തേക്ക് പോയി സത്യപ്രതിജ്ഞ നടത്തിയാൽ നിയമസഭയിലാണെങ്കിലും നിയമസഭാംഗത്വം വരെ പോകും. ഉമേഷ് ചള്ളിയിലിൻ്റെയൊക്കെ വാർത്ത നമുക്കറിയാമല്ലോ. ഇവിടെ എന്താണ് ഈ ഭാരവാഹികൾ ഇങ്ങനെ അവരുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിയത്? അത് സാങ്കേതികമായി നിലനിൽക്കുന്നതല്ല, VC പറഞ്ഞതല്ലേ ശരി? എന്താണ് സംഭവിച്ചത് സാനിയോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇതിൻ്റെ ചട്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, ഇങ്ങനെ കൃത്യമായ വാചകങ്ങളല്ല പറഞ്ഞതെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള അജ്ഞതയായിരിക്കാം ഒരു പക്ഷേ സംഭവിച്ചിട്ടുണ്ടാവുക. ഏതായാലും DSU എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് യൂണിയൻ, അതായത് കാലിക്കറ്റ് സർവകലാശാലയുടെ മെയിൻ ക്യാമ്പസിലെ കുട്ടികളുടെ സ്റ്റുഡൻസ് യൂണിയനാണ് DSU എന്ന് പറയുന്നത്. അവിടെയാണ് അവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണിപ്പോൾ വൈസ് ചാൻസലർ റദ്ദാക്കിയിരിക്കുന്നത്. ആ ചടങ്ങിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതായത് നവലോക ക്രമത്തിനായുള്ള പോരാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അനശ്വര രക്തസാക്ഷികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് അതിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് വൈസ് ചാൻസലർ അത് റദ്ദാക്കിയത്. കാരണം ഇത് സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഔദ്യോഗികമായ വാചകങ്ങൾ ഉണ്ട്, അതിനെതിരായാൽ ഒരിക്കലും സത്യപ്രതിജ്ഞ അംഗീകരിക്കില്ല എന്നുള്ളത് സർവകലാശാല ആക്ടിലും സ്റ്റാറ്റ്യൂട്ടിലും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഏതായാലും വൈസ് ചാൻസലർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇനി എന്ത് വേണമെന്ന് ക്യാമ്പസിലെ SFI യൂണിറ്റ് കമ്മിറ്റി ആലോചിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇതിലവിടെ ഒരു സ്റ്റാഫ് അഡ്വൈസറൊക്കെ കാണത്തില്ലേ? അതെ, സ്റ്റാഫ് അഡ്വൈസർ ഒക്കെ ഉണ്ടാവും, സ്വാഭാവികമായും സ്റ്റാഫ് അഡ്വൈസർ ഉള്ളതാണ്. പക്ഷേ അദ്ദേഹം എന്ത് അഡ്വൈസ് കൊടുത്തില്ലേ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയും അവ്യക്തമാണ്. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഭരണഘടനയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ മറ്റേ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളാണോ? SFI ആണ്, അതായത് ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ ഭരിക്കുന്നത് SFI ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മൊത്തത്തിൽ, അതായത് യൂണിവേഴ്സിറ്റിയുടെ യൂണിയനാണ് MSFന്റെ കയ്യിൽ നിലവിലുള്ളത്. പക്ഷേ DSU എന്ന് പറയുന്നത് ക്യാമ്പസിൽ പഠിക്കുന്ന, യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കുന്ന സ്റ്റാഫ് അഡ്വൈസർക്ക് അത് അറിയേണ്ടതായിരുന്നു. കാര്യം ഇങ്ങനെ സത്യപ്രതിജ്ഞ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ഒരു ചട്ടമുണ്ടല്ലോ, സത്യപ്രതിജ്ഞ നിയമസഭയിലാണെങ്കിൽ അത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ദൃഢപ്രതിജ്ഞ ചെയ്യാം. ദൃഢപ്രതിജ്ഞ എന്ന് പറയുന്നത് സാധാരണ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ വരുന്ന മന്ത്രിമാരും MLA-മാരും ഒക്കെ ചെയ്യുന്നതാണ്. യുക്തിവാദികളായിട്ടുള്ളവരും ഒക്കെ ചെയ്യുന്നതാണ്. മറ്റേതങ്ങനല്ല, ദൈവവിശ്വാസികളായിട്ടുള്ളവർ ചെയ്യുന്നതാണ് സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത്. ഇതിന് നീതമായ ഘടനയുണ്ട്. അതിനപ്പുറത്തേക്ക് ഗോപാലൻ ചേട്ടൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞാലോ മറ്റാരുടെയെങ്കിലും പേരിൽ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞാലോ നിൽക്കില്ല. അതാണ് സംഭവം. ശരിയാണ്, രക്തസാക്ഷികളൊക്കെ വൈകാരികമായിട്ട് ഉണർത്താൻ നല്ലതാണ്. അത് മുദ്രാവാക്യങ്ങളിലും പാട്ടുകളിലും ഒക്കെ ആവട്ടെ, സത്യപ്രതിജ്ഞയിൽ അതിൻ്റെ ഘടനയ്ക്കനുസരിച്ചുള്ള വാചകങ്ങളുണ്ട്. അത് ഉപയോഗിച്ചില്ലെങ്കിൽ സത്യപ്രതിജ്ഞ സാങ്കേതികമായി നിലനിൽക്കില്ല. ഇത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ?